വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നൊരു ടേമാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് സ്പീസിയേഷൻ എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പുതിയൊരു സ്പീഷീസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അല്ലോപാട്രിക് സ്പീസിയേഷൻ നമ്മൾ പറയുമ്പം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പം അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുമ്പം സീക്വൻസ് ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ജിയോഗ്രഫിക് ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ജിയോഗ്രഫിക് ബാരിയർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും പുതിയ പോപ്പുലേഷനിൽ ഒരു ജനറ്റിക് ഡൈവേർജൻസ് ഉണ്ടാകും, പുതിയ സ്പീഷീസ് ഉണ്ടാകും. അതാണ് സ്പീസിയേഷൻ. അപ്പോൾ ഈ ഓരോരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്പീസിയേഷനിൽ ഈ ഒരു അല്ലോപാട്രിക് സ്പീസിയേഷൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എങ്ങനെയാണ് ന്യൂ സ്പീഷീസ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ജിയോഗ്രാഫിക് സെപ്പറേഷൻ. ഇവിടെ ജിയോഗ്രാഫിക് സെപ്പറേഷൻ ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു ന്യൂ സ്പീസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്, അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജിയോഗ്രാഫിക് സെപ്പറേഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു ബാരിയർ അവിടെ, ഒരു തടസ്സം അവിടെ വരണം. അതിനെയാണ് നമ്മൾ ജിയോഗ്രാഫിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ജിയോഗ്രാഫിക് ബാരിയേഴ്സ് മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത്. ഒന്നുകിൽ ആ ഒരു പോപ്പുലേഷൻ്റെ ഇടയിൽ കൂടെ ഒരു റിവർ ഉണ്ടാവാം, ഒരു മൗണ്ടെയിൻ ഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഐലൻഡ്. ഈ 3 കാര്യങ്ങളാണ് ജിയോഗ്രാഫിക് സെപ്പറേഷന് കാരണമാകുന്ന ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് എന്ത്? റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. എന്താണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ? The separated population can no longer interbreed with the ancestral species due to geographic barrier. അപ്പോൾ അവിടെ ഒരു പോപ്പുലേഷൻ, ഇപ്പോൾ ഒരു ബേർഡിൻ്റെ പോപ്പുലേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ബാരിയർ വന്നു. ബാരിയർ വന്നാൽ അവർ സെപ്പറേറ്റഡ് ആയില്ലേ? അപ്പോൾ ആ ആദ്യമുള്ള പോപ്പുലേഷനാണ് നമ്മൾ ആൻസെസ്ട്രൽ സ്പീഷീസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോപ്പുലേഷനിൽ നിന്നും ഈ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റ് ചെയ്തു. അവിടെ ഒരു കണക്ഷനും ഇല്ല, എങ്ങനെയെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കണക്ഷനും അവ തമ്മിലില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ജനറ്റിക് ഡൈവേർജൻസ്. അതായത് അവിടെ അവർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റ് ചെയ്താൽ ഓവർ ടൈം ബൈ ടൈം ആ ഒരു പോപ്പുലേഷൻ അവർക്ക് അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? അവർക്ക് ജീവിക്കണമല്ലോ. അവിടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ടാവും? ചില ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാവും, കുറേ അഡാപ്റ്റേഷൻസ്, പുതിയ കണ്ടീഷൻ അനുസരിച്ചിട്ട് പുതിയ അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഗാലപ്പഗോസ് ഐലാൻഡിൽ ഡാർവിൻ്റെ ആ ഒരു ഗാലപ്പഗോസ് പക്ഷികളെ കുറിച്ചുള്ള ആ ഒരു ഇതിൽ അത് ഈ ഒരു ജനറ്റിക് ഡൈവേർജൻസ് ഒക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്, അല്ലേ? ഓരോ രീതിയിൽ ഓരോ കണ്ടീഷനിലും ഓരോ ബീക്കിൻ്റെ അഡാപ്റ്റേഷനാണ് അതിൽ പറയുന്നത്. അപ്പോൾ പുതിയ പോപ്പുലേഷനിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പുതിയ അഡാപ്റ്റേഷൻസും ജനറ്റിക് ചേഞ്ചസും ഒക്കെ ഉണ്ടായി. എന്നിട്ട് എന്തുണ്ടായി? ഏറ്റവും ലാസ്റ്റ് പുതിയൊരു സ്പീസി അവിടെ ഉണ്ടായി. ദ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ ഇവഞ്ച്വലി ബിക്കം റീപ്രൊഡക്റ്റീവ്ലി ഇൻകോമ്പാറ്റിബിൾ. അതായത് കുറേ നാളായി സെപ്പറേറ്റഡ് ആയിട്ട്. അപ്പോൾ സെപ്പറേറ്റഡ് ആയ പോപ്പുലേഷൻ ആൻസെസ്ട്രൽ പോപ്പുലേഷനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അവരുമായിട്ട്, അതായത് ആൻസെസ്ട്രൽ സ്പീഷീസുമായിട്ട് റീപ്രൊഡക്റ്റീവ്ലി ഇൻകോമ്പാറ്റിബിൾ, അവർ തമ്മിൽ ഇനി റീപ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ ഈ ഒരു പുതിയ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ മാത്രമേ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അങ്ങനെ അവിടെ പുതിയ പോപ്പുലേഷൻ, ആ ഒരു സെപ്പറേറ്റ് ചെയ്ത പോപ്പുലേഷനിൽ എന്ത് ചെയ്യും? പുതിയൊരു സ്പീസീസ് ഉണ്ടായി. അപ്പം ഇതിനെയാണ് നമ്മൾ ആക്ച്വലി അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താ ആദ്യം ഉള്ള ആൻസെസ്ട്രൽ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു യെല്ലോ കളർ ബേർഡ് ആയിരുന്നു. ഇപ്പോൾ അതെന്തായി? പുതിയ പോപ്പുലേഷൻ റെഡ് കളറായി. അവിടെ അഡാപ്റ്റേഷൻസ് വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ വെച്ചിട്ട് മാത്രമേ ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഒരു പോപ്പുലേഷൻ. ആദ്യം ഈ ഒരു റിവർ ഇവിടെ ഇല്ല എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ അവിടെയുള്ള പോപ്പുലേഷനിലെ ആൾക്കാർ എന്താ? ഇവിടെ കുറേ ഗ്രീൻ കളറുള്ള ബേർഡ്സ് ആയിരുന്നു ഒരു പോപ്പുലേഷൻ. ഗ്രീൻ അല്ല, ഈ ഒരു ഷെയ്ഡുള്ള കളറുള്ള ബേർഡ്സ് ആയിരുന്നു ആ ഒരു പോപ്പുലേഷനിൽ ഉള്ളത്. പെട്ടെന്ന് എന്താ? അവിടെ റിവർ എന്ന് പറയുന്ന ഒരു ജിയോഗ്രാഫിക് ബാരിയർ അവിടെ ഉണ്ടായി. അപ്പം ഈ ഒരു പോപ്പുലേഷനിലുള്ള കുറച്ച് ആൾക്കാർ ഈ റിവറിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ എന്തായി? ഐസൊലേറ്റഡ് ആയി. അപ്പോൾ അവിടെ ഐസൊലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ടായി? പല ജനറ്റിക് ചേഞ്ചസും ഉണ്ടായി, പുതിയ അഡാപ്റ്റേഷൻസ് ഒക്കെ വന്നു. അവിടെ എന്തുണ്ടായി? പുതിയ സ്പീസീസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയ സ്പീഷീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കണ്ടോ? റെഡ് കളറുള്ള കുറേ എണ്ണം.
അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ആദ്യം കളർ ചേഞ്ച് ആയി. അപ്പോൾ ഇവിടെ ഒരു കളർ ചേഞ്ച്, ഒരു അഡാപ്റ്റേഷൻ ഉണ്ടായി, ജനറ്റിക് വേരിയേഷൻ മാറിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, ഈ ഒരു കളർ ചേഞ്ച് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജിയോഗ്രഫിക് ബാരിയർ എന്ന് പറയുന്നത് ഈ ഒരു റിവർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.